ഷില്ലോങ് സിറ്റിയിൽ നിന്ന് സൊഹറ എന്നറിയപ്പെടുന്ന ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ പൈൻ മരങ്ങളൊക്കെയുള്ള ആ ഒരു ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് കുറച്ചു ദൂരം വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഞങ്ങളൊരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു. വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. മഴക്കാലത്ത് മേഘാലയയിൽ നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. ശക്തമായ മഴയിൽ കുന്നിൻ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകി റോഡ് സൈഡുകളിലൂടെ ഇത്തരം വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ട് മാറുന്നത് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുറേ നേരം അവിടെ സമയം ചെലവഴിച്ചു. അവിടെ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ട് മഴ ചാറിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വണ്ടിയിലേക്ക് പോയി. തിരുവനന്തപുരത്ത് നിന്ന് മേഘാലയ വരെ ഓടിച്ചെന്ന വണ്ടിയുടെ കോലമാണിത്. വണ്ടി മുഴുവനും ചെളിയും അഴുക്കും. ഞങ്ങൾക്ക് വഴിയിൽ നിന്നും കഴുകാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും റോഡ് സൈഡിലായിട്ട് നമുക്ക് വണ്ടി ഇട്ടിട്ട് കഴുകാൻ പാകത്തിന് ഏതെങ്കിലും വെള്ളച്ചാട്ടം കാണുകയാണെങ്കിൽ വണ്ടി മൊത്തത്തിലൊന്ന് കഴുകണം. അങ്ങനെയുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത്. ഞങ്ങളീ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ലൈറ്റ്ലിംഗ് കോട്ട് എന്നാണ്. ഇവിടെയുള്ള സ്ഥലപ്പേരുകളൊക്കെ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിന് വേറെ എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ ആ ബോർഡിൽ കണ്ടതുപോലെ വായിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നങ്ങോട്ട്, അതായത് ലൈറ്റ്ലിംഗ് കോട്ട് മുതൽ ലൈറ്റ്സ് ഓഫ് ലിയ വരെ രണ്ട് വശത്തും ഈസ്റ്റ് കാസി മലനിരകളാണ്. ഈ മലനിരകൾ ഷില്ലോങ് പീഠഭൂമിയുടെ ഭാഗമാണ്. ഒരുപാട് വർഷങ്ങളായി കാറ്റും മഴയും കൊണ്ട് രൂപപ്പെട്ട പാറക്കെട്ടുകൾ. ഈ മലയിടുക്കുകളിൽ ഖാസി പൈൻ മരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവയുടെയൊക്കെ ഇടയിലൂടെ ചെറിയ താഴ്വരകളും അതിലൂടെ ഒഴുകുന്ന തോടുകളും ഇടയ്ക്കിടെ കാണാം. നമ്മുടെ വട്ടവടയിലും കാന്തല്ലൂരും ഒക്കെ കാണുന്ന പോലെ തട്ട് കൃഷി ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഗ്രാമങ്ങളിൽ ഉരുളക്കിഴങ്ങും പച്ചക്കറികളും കൃഷി ചെയ്യുന്നതാണ് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു പരിചയപ്പെട്ട ഒരാൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അവിടെയായിട്ട് ഈ പച്ചപ്പിന്റെ ഇടയിൽ ചിതറിക്കിടക്കുന്ന ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവിടെയുള്ള ഗ്രാമങ്ങളാണ്. മഴയുള്ള സമയത്ത് ഈ മലകൾ കാണാൻ വളരെ മനോഹരമാണ്. റോഡിൽ തന്നെ മേഘങ്ങൾ വന്ന് ചുറ്റും മൂടും. നമ്മൾ മഞ്ഞിക്കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ആ സമയത്ത്. മഴയ്ക്ക് ശേഷം ഈ പച്ചപ്പ് വിരിച്ച മലകളുടെ ഇടയിലൂടെ ഒരുപാട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഒഴുകുന്നത് കാണാം. ഈ വഴിയെ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലൈറ്റ്സ് ഓഫ് ലിയ വ്യൂ പോയിന്റിലെത്താം. ഈ ഭാഗത്തെ ഒരു മനോഹരമായൊരു വ്യൂ പോയിന്റാണ്. ഇതിന്റെ മുകളിലേക്ക് കയറാൻ താഴെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ മേലോട്ട് കയറേണ്ടത്. പടികൾ കയറി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടവും അതിന്റെ മേലെയായിട്ട് ഒരു വെള്ളക്കെട്ടും കാണും. മുകളിലുള്ള മലയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം നിറഞ്ഞിട്ട് ആ വെള്ളം ഈ വെള്ളച്ചാട്ടത്തിലൂടെ താഴോട്ട് വീഴുന്നത് കാണാൻ നല്ല രസമാണ്. വളരെ രസകരമായിട്ടാണ് ഈ വ്യൂ പോയിന്റ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ 3 പോയിന്റുകളിൽ നിന്ന്
നമുക്ക് ഇവിടുത്തെ വ്യൂ കാണാൻ കഴിയും. അതിലെ ആദ്യത്തെ പോയിന്റിലേക്കുള്ള വഴിയാണ് ഞങ്ങൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത്. ആ സ്റ്റെപ്പുകൾ കയറി മേലെ വരുമ്പോൾ അവിടെ മനോഹരമായ ഒരു വ്യൂ പോയിന്റും അതിൻ്റെ കൂടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കും പിന്നെ മറുസൈഡിലായിട്ട് കുറേ മുട്ടക്കുന്നുകളും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ ഈസ്റ്റ് കാസി ഹില്ലിന്റെ മലനിരകൾ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്നത് കാണാൻ കഴിയും. പച്ചപ്പി പൊതിഞ്ഞ മലനിരകളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പാറക്കെട്ടുകളും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഓരോ നിമിഷവും ഇതിന്റെ ഭംഗി മാറ്റും. ഈ മലകളുടെ ഇടയിലൂടെയുള്ള ആഴമുള്ള താഴ്വരകളിലേക്ക് മേഘം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും. ഞങ്ങൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ വ്യൂ പോയിന്റാണ്. ഈ പോയിന്റിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ അടുത്തായി ഈ ചെങ്കുത്തായ മലകൾ കാണാൻ സാധിക്കും. രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി കുറച്ചധികം നടന്നിട്ടാണ് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. ഇതുപോലെ ഓരോ വ്യൂ പോയിന്റിലും പോകാനായിട്ട് ഇവിടെ ഇവർ സ്റ്റെപ്പുകൾ കെട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വ്യൂ പോയിന്റ് കുറച്ച് അധികം നടന്നിട്ടാണ് നമുക്ക് അതിലോട്ട് എത്തിച്ചത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ഇത് തന്നെയാണ്. കാരണം ഖാസി മലനിരകളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള വ്യൂ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഞങ്ങൾ കുറേ നേരം ഈ ഒരു വ്യൂ പോയിന്റിൽ ചെലവഴിച്ചു. മഴക്കാലത്ത് മലയുടെ മേളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ താഴേക്ക് പതിക്കുന്നത് നമുക്ക് വളരെ ദൂരത്ത് നിന്ന് തന്നെ കാണാൻ സാധിക്കും. വരുന്ന വഴി കണ്ടതുപോലെ തന്നെ ഖാസി പൈൻ മരങ്ങൾ ഇവിടെയും ഒരുപാട് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ദൂരത്ത് ബംഗ്ലാദേശിലേക്ക് കുത്തനെ ചരിഞ്ഞു പോകുന്ന സമതലങ്ങളെ കാണാൻ സാധിക്കും. ഈ ഖാസി ഹിൽസ് പതുക്കെ ഇറങ്ങി സമതലങ്ങളിലേക്ക് മാറുന്നത് കാണാൻ നല്ല രസമാണ്.
ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് ഇവിടെ ധാരാളം പടവുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഖാസി ഹിൽസിന്റെ പല സൈഡിൽ നിന്നുള്ള വ്യൂ കാണാൻ നമുക്ക് ഈ പറഞ്ഞ വ്യൂ പോയിന്റിൽ നിന്ന് സാധിക്കും. ഞങ്ങൾ 3 പേരും കുറേ സമയം ഈ വ്യൂ പോയിന്റിൽ ചിലവഴിച്ചു. ഈ വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്നവിടെ ചെറിയ ചെറിയ ഒരുപാട് കടകൾ കാണാൻ സാധിക്കും. ചായയും പിന്നെ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് കടകൾ. ഞങ്ങൾ വരുന്ന വഴിയിലൊന്നും കഴിക്കാതെ നിന്ന കാരണം ഞങ്ങൾ ഈ ഭാഗത്തു നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങിയത്. ഞങ്ങൾ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സൊഹറയിലേക്ക്